ഹായ്, ലവ് തീർച്ചയായിട്ടും സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 2026 മെയ് 5 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കാം. 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ AI ഡാറ്റാ സെന്റർ ഉപഗ്രഹമാണ് പാത്ത് ഫൈൻഡർ. 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓർബിറ്റൽ AI ഡാറ്റാ സെന്റർ ഉപഗ്രഹം ഏതാണ്? പാത്ത് ഫൈൻഡർ ആണ്. 2026 മെയ്യില് അഗ്നിപർവ്വത സ്ഫോടനം നടന്ന മയോൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മയോൺ അത് ഫിലിപ്പൈൻസിലെ അൽബയാണ് മയോൺ സ്ഥിതി ചെയ്യുന്നത്. 2026 മെയ്യില് അഗ്നിപർവ്വത സ്ഫോടനം നടന്ന മയോൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫിലിപ്പൈൻസിലെ അൽബയിലാണ്. തുടർച്ചയായ 5 ടെന്നീസ് മാസ്റ്റേഴ്സ് 1000 ടൂർണമെന്റുകളിൽ കിരീടം നേടുന്ന ആദ്യ പുരുഷ താരമാണ് യാനിക് സിന്നർ. തുടർച്ചയായിട്ട് 5 ടെന്നീസ് മാസ്റ്റേഴ്സ് 1000 ടൂർണമെന്റുകളിൽ കിരീടം നേടുന്ന ആദ്യ പുരുഷ താരം യാനിക് സിന്നർ. 2025-26 സീസണിൽ ഇറ്റാലിയൻ സീരി എ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബാണ് ഇന്റർ മിലാൻ. 2025-26 സീസണിലെ ഇറ്റാലിയൻ സീരി എ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ് ഇന്റർ മിലാൻ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പില് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ നടൻ വിജയുടെ പാർട്ടിയാണ് തമിഴക വെട്രിക്കഴകം TVK. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ നടൻ വിജയുടെ പാർട്ടിയാണ് തമിഴക വെട്രിക്കഴകം. ഹോർമൂസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായിട്ട് അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യമാണ് പ്രൊജക്ട് ഫ്രീഡം. ഹോർമൂസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനായിട്ട് അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യമാണ് പ്രൊജക്ട് ഫ്രീഡം. വാഹനങ്ങൾ നിർത്താതെ തന്നെ ടോൾ ഈടാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാരിയർ ലെസ് ടോൾ പ്ലാസയാണ് ചൊരിയസ്യ ടോൾ പ്ലാസ ഗുജറാത്ത്. ഇതാണ് ചൊരിയാസി ടോൾ പ്ലാസ ഗുജറാത്ത്. വാഹനങ്ങൾ നിർത്താതെ തന്നെ ടോൾ ഈടാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാരിയർ ലെസ് ടോൾ പ്ലാസയുടെ പേരാണ് ചോര്യാസി ടോൾ പ്ലാസ. എവിടെയാണ്? ഈ സ്റ്റേറ്റിലാണ്, ഗുജറാത്തില്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കുട്ടികളിലെ പ്രമേഹം ടൈപ്പ് 1 നേരത്തെ കണ്ടെത്തുന്നതിനായിട്ട് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇടയിൽ അവതരിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരാണ് 4TS ഫ്രെയിംവർക്ക്. 4TS കേട്ടോ, 4T. ഏതൊക്കെയാണ് ഈ 4TS റെപ്രസെന്റ് ചെയ്യുന്നത്? ടോയ്ലറ്റ്, തേഴ്സ്റ്റി, ടയേർഡ്, ടിന്നർ. 4TS ഫ്രെയിംവർക്ക്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കുട്ടികളിലെ പ്രമേഹം ടൈപ്പ് 1 നേരത്തെ കണ്ടെത്തുന്നതിനായിട്ട് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇടയിൽ അവതരിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരാണ് 4TS ഫ്രെയിംവർക്ക്. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ എല്ലാ മൊബൈൽ ഫോണുകളിലേക്കും നെറ്റ്വർക്ക് തടസ്സങ്ങളില്ലാതെ ഒരേ സമയം മുന്നറിയിപ്പ് സന്ദേശങ്ങൾ എത്തിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ എല്ലാ മൊബൈൽ ഫോണുകളിലേക്കും നെറ്റ്വർക്ക് തടസ്സങ്ങളില്ലാതെ ഒരേ സമയം മുന്നറിയിപ്പ് സന്ദേശങ്ങൾ എത്തിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം. ഓക്കെ. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണം. ഇന്ത്യയുടെ ആരോഗ്യ മൈത്രി പദ്ധതിയുടെ ഭാഗമായിട്ട് അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനായിട്ട് 10 ഭീഷ്മ ക്യൂബ് മൊബൈൽ ആശുപത്രി യൂണിറ്റുകൾ സമ്മാനിച്ച രാജ്യം ജമൈക്ക. ഇന്ത്യയുടെ ആരോഗ്യ മൈത്രി പദ്ധതിയുടെ ഭാഗമായി അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനായിട്ട് 10 ഭീഷ്മ ക്യൂബ് മൊബൈൽ ആശുപത്രി യൂണിറ്റുകൾ സമ്മാനിച്ച രാജ്യം ഏതാണ്? അത് ജമൈക്കയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് പിണറായി വിജയൻ. ഏത് മണ്ഡലം? ധർമ്മടം മണ്ഡലത്തിലാണ്. 82 വയസ്സാണ് പിണറായി വിജയന്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ AD തോമസ്, ആലപ്പുഴ ജില്ലയിലാണ്. 30 വയസ്സാണ് AD തോമസ്. അപ്പൊ 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി പിണറായി വിജയനും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ AD തോമസുമാണ്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ MLA ആണ് ഫാത്തിമ തഹ്ലിയ. പേരാമ്പ്രയാണ് മണ്ഡലം. ഫാത്തിമ തഹ്ലിയയാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ MLA. കക്ഷിനില എത്രയാണ്? UDFന് 102 സീറ്റും LDFന് 35 സീറ്റും BJPക്ക് 3 സീറ്റും. ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 63 സീറ്റാണ്. വനിതാ അംഗങ്ങൾ ടോട്ടൽ 11 അംഗങ്ങളാണ്. അതിൽ 9 UDFനും LDFനാണ് 2. പരാജയപ്പെട്ട മന്ത്രിമാർ 13 പേരാണ് പരാജയപ്പെട്ടത്. അതിൽ 6 പേര് വിജയിച്ചു. ഓക്കെ, പരാജയപ്പെട്ടത് 13 മന്ത്രിമാരാണ്. ഇനി BJP വിജയിച്ച മണ്ഡലങ്ങൾ 3 മണ്ഡലങ്ങളിലാണ് BJP വിജയിച്ചത്. ഏതൊക്കെയാണ്? നേമം, കഴക്കൂട്ടം, ചാത്തന്നൂര്. നേമത്ത് നിന്ന് വിജയിച്ച രാജീവ് ചന്ദ്രശേഖർ നേമം. കഴക്കൂട്ടത്ത് നിന്നാണെങ്കിൽ V മുരളീധരൻ കഴക്കൂട്ടം. ചാത്തന്നൂരിനാണെങ്കിൽ ബിബി ഗോപകുമാറിന്റെ മണ്ഡലം ഏതാണ്? ചാത്തന്നൂര്. BJP വിജയിച്ച 3 മണ്ഡലങ്ങളാണ് നേമം, കഴക്കൂട്ടം, ചാത്തന്നൂര്. നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ
കഴക്കൂട്ടത്ത് നിന്നും വി മുരളീധരൻ, ചാത്തന്നൂരിൽ നിന്നും ബി ഗോപകുമാർ. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്. മലപ്പുറം മണ്ഡലത്തിൽ നിന്നാണ്. ഭൂരിപക്ഷം 85,327 വോട്ട് ഭൂരിപക്ഷത്തിനാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി വിജയിച്ചത്. 2021 മട്ടന്നൂരിൽ കെ ശൈലജ നേടിയ 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷമെന്ന റെക്കോർഡാണ് മറികടന്നത്. 2026 ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം സി രവീന്ദ്രനാഥ് മണലൂർ മണ്ഡലത്തിലാണ്. സി രവീന്ദ്രനാഥിനാണ് 2026 ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം. എത്ര വോട്ടായിരുന്നു? 126 വോട്ടിനാണ് ഭൂരിപക്ഷം ലഭിച്ചത്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി പറയാം. 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ മണ്ഡലം ധർമ്മടമാണ്. 82 വയസ്സാണ് അദ്ദേഹത്തിന്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് എ.ഡി. തോമസ് ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ആലപ്പുഴയിൽ നിന്നാണ്. 30 വയസ്സാണ്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ എം.എൽ.എ ആണ്. അത് ഫാത്തിമ തഹ്ലിയാണ്. കക്ഷിനില എത്രയാണ്? യു.ഡി.എഫിന് 102 സീറ്റും എൽ.ഡി.എഫ് 35, ബി.ജെ.പി 3. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 63 സീറ്റാണ് ലഭിച്ചത്. വനിതാ അംഗങ്ങൾ 11 പേരാണ്. അതിൽ യു.ഡി.എഫിന് 9ഉം എൽ.ഡി.എഫിന് 2ഉമാണ്. ഇനി ബി.ജെ.പി വിജയിച്ച മണ്ഡലങ്ങളാണ് 3 മണ്ഡലങ്ങൾ: നേമം, കഴക്കൂട്ടം, ചാത്തന്നൂര്. നേമത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്തിൽ നിന്ന് വി മുരളീധരന്, ചാത്തന്നൂരിൽ നിന്ന് ബി ഗോപകുമാർ. ഓക്കെ. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലം മഞ്ചേരിയാണ്. 3319 നോട്ട വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ്? മഞ്ചേരിയാണ്. ഏറ്റവും കുറവുള്ളത് നാദാപുരത്താണ്, 272 ആണ്. കേരള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 കോടിയിലേറെ വോട്ടുകൾ നേടിയ മുന്നണി ഏതാണ്? അത് യു.ഡി.എഫ് ആണ്. കേരള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 കോടിയിലേറെ വോട്ടുകൾ നേടിയ മുന്നണി യു.ഡി.എഫ് ആണ്. പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ബി.ജെ.പി ആണ്. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? അത് ബി.ജെ.പി ആട്ടോ. ബംഗാളിലും പുതുച്ചേരിയിലും ബി.ജെ.പി ആണ് വിജയിച്ചത്. മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് നടത്തിയ ബാരാമതി നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് സുനേത്ര പവാർ. മഹാരാഷ്ട്ര മുൻ ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് നടത്തിയ ബാരാമതി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് സുനേത്ര പവാറാണ്. ഇന്ത്യയിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് ഇത് കേട്ടോ, സുനേത്ര പവാറിന്റെ. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയാണ് സുനേത്ര പവാർ. മെയ് 3 വിക്ഷേപിച്ച ദക്ഷിണ കൊറിയ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് CAS-502. മെയ് 3 വിക്ഷേപിച്ച ദക്ഷിണ കൊറിയ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹം CAS-502. CAS-502-നൊപ്പം ഇന്ത്യയുടെ ദൃഷ്ടി ഉപഗ്രഹം ഉൾപ്പെടെ ആകെ 45 ഉപഗ്രഹങ്ങളാണ് ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിച്ചത്. ആകെ എത്രയാണ്? 45 ഉപഗ്രഹങ്ങൾ. ഏത് റോക്കറ്റായിരുന്നു? ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിച്ചത്. അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ നിയമപരമായ അവകാശികളെ സഹായിക്കാൻ RBI തയ്യാറാക്കിയ പോർട്ടലിന്റെ പേരെന്താ? അതാണ് ഉദ്ഗാം പോർട്ടൽ. ഉദ്ഗാം, UDGAM, ഉദ്ഗാം പോർട്ടൽ. ഇന്ത്യയിലെ കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സായി ചുമതലയേറ്റത് അനുഗ്രഹ നാരായണ ദാസാണ്. ഇന്ത്യയിലെ കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സായി ചുമതലയേറ്റത് അനുഗ്രഹ നാരായണ ദാസാണ്. 30 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള 14 ഇന സമാധാന നിർദ്ദേശം യുഎസിന് മുമ്പിൽ വെച്ച രാജ്യം ഏതാ? അത് ഇറാനാണ്. 30 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള 14 ഇന സമാധാന നിർദ്ദേശം യുഎസിന് മുമ്പിൽ വെച്ച രാജ്യമാണ് ഇറാൻ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ഉയർത്താൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് 37 ജഡ്ജിമാരാട്ടോ. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം ആദ്യം എത്രയായിരുന്നു? 34 നിന്ന് 38 ആയിട്ടാണ് ഉയർത്തുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ഉയർത്താൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് 37 ആയിട്ട്. ഇന്ത്യയിൽ അടുത്തിടെ സ്വർണ്ണ വ്യാപാരത്തിനായിട്ട് ഇലക്ട്രോണിക് ഗോൾഡ് റെസീറ്റുകൾ അവതരിപ്പിച്ച പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിൽ അടുത്തിടെ സ്വർണ്ണ വ്യാപാരത്തിനായിട്ട് ഇലക്ട്രോണിക് ഗോൾഡ് റെസീറ്റുകൾ അവതരിപ്പിച്ച പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേട്ടോ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ദീൻ ദയാൽ പോർട്ട്, ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ദീൻ ദയാൽ പോർട്ട്, ഗുജറാത്തിലാണ്. യാത്രക്കാർക്കിടയിൽ എലിപ്പനി വിഭാഗത്തിൽപ്പെട്ട ഹാൻഡ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കപ്പൽ ഏതാ? MV ഹോണ്ടിയസ്. MV ഹോണ്ടിയസിലാണ് യാത്രക്കാർക്കിടയിലെ എലിപ്പനി വിഭാഗത്തിൽപ്പെട്ട ഹാൻഡ വൈറസ് ബാധ റിപ്പോർട്ട്
റിപ്പോർട്ട് ചെയ്യപ്പെട്ട കപ്പലാണ് MV ഹോണ്ടിയസ്. ലോകത്തിലെ ഏറ്റവും വീതിയേറിയ ഭൂഗർഭ തുരങ്കമാണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലെ മിസ്സിംഗ് ലിങ്ക് പദ്ധതിയിലെ തുരങ്കങ്ങൾ. ലോകത്തിലെ ഏറ്റവും വീതിയേറിയ ഭൂഗർഭ തുരങ്കം ഏതാണ്? മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലെ മിസ്സിംഗ് ലിങ്ക് പദ്ധതിയിലെ തുരങ്കങ്ങളാണ്. ഊബർ കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദക്ഷിണ കൊറിയയാണ്. ഊബർ കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ദക്ഷിണ കൊറിയയാണ്. 2026 മെയ്യിൽ വാഹനാപകടത്തിൽ അന്തരിച്ച ചലച്ചിത്ര താരമാണ് സന്തോഷ് കെ നായർ. 2026 മെയ്യിൽ വാഹനാപകടത്തിൽ അന്തരിച്ച ചലച്ചിത്ര താരമാണ് സന്തോഷ് കെ നായരാണ്. സർക്കാർ സ്കൂളുകൾക്കായിട്ട് കേന്ദ്രീകൃത സംഭരണ സംവിധാനത്തിലൂടെ വിദ്യാഭ്യാസ സാമഗ്രികൾ സമയബന്ധിതമായിട്ട് വിതരണം ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന. സർക്കാർ സ്കൂളുകൾക്കായിട്ട് കേന്ദ്രീകൃത സംഭരണ സംവിധാനത്തിലൂടെ വിദ്യാഭ്യാസ സാമഗ്രികൾ സമയബന്ധിതമായിട്ട് വിതരണം ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സ്റ്റേറ്റ് ഏതാണ്? അത് തെലങ്കാനയാണ്. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും വീതിയേറിയ ഭൂഗർഭ തുരങ്കം ഏതാണ്? അത് മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലെ മിസ്സിംഗ് ലിങ്ക് പദ്ധതിയിലെ തുരങ്കങ്ങളാണ്. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലെ മിസ്സിംഗ് ലിങ്ക് പദ്ധതിയിലെ തുരങ്കങ്ങളാണ്. ഇനി ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ അറസ്റ്റ് അടക്കമുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചുള്ള റാപ്പിഡ് എന്ന റിപ്പോർട്ടിന് 2026 ഇലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിലെ പുലിറ്റ്സർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരാണ് ആനന്ദ് ആർ കെ സുബർണ ശർമ്മക്കാണ് ലഭിച്ചത്. എന്ത് അവാർഡ് ലഭിച്ചത്? 2026 ഇലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിലെ പുലിറ്റ്സർ പുരസ്കാരം. 2026 ഇലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിലെ പുലിറ്റ്സർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരാണ് ആനന്ദ് ആർ കെ ആൻഡ് സുബർണ ശർമ്മയാണ്.